السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. അള്ളാഹു പരിപൂർണമായി നമ്മെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും ആദരവായ പ്രവാചകർ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട മുഴുവൻ പേരെയും നാളെ ആദരവായ പ്രവാചകരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ എന്ന അതുല്യ രുചിയുള്ള പാനീയം വാങ്ങി കുടിക്കുവാനും ആ പ്രവാചകരോടൊപ്പം സ്വർഗത്തിലെത്തുവാനുമുള്ള മഹത്തായ സൗഭാഗ്യം നാം എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ മാസം പ്രവാചകൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമായ റബീഇൻ്റെ സ്തുനദാത്രങ്ങൾ ദിനരാത്രങ്ങൾ സലാത്ത് കൊണ്ട് മുഖരിതമാക്കേണ്ടുന്ന ആ പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് ധന്യമാക്കേണ്ടുന്ന നിമിഷങ്ങളാകുന്നു, സമയങ്ങളാകുന്നു. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉന്നതമായ സ്ഥാനമാനങ്ങൾ അതൊക്കെയും ചെറിയ കാര്യമല്ല. ആരെങ്കിലും ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ അള്ളാഹു 10 സ്വലാത്ത് ചൊല്ലുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ മുൻഗാമികളായ മഹത്തുക്കൾ ഈ സ്വലാത്ത് കൊണ്ട് എത്തിയതായ ഉന്നതമായ സ്ഥാനമാനങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് നാം അറിയുമ്പോൾ, നാം പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. സ്വലാത്തിൻ്റെ മഹത്വം എത്രത്തോളം വലുതാണ്. രോഗങ്ങൾക്കുള്ള ശമനമാണ് സ്വലാത്ത്, പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് സ്വലാത്ത്, മാനസികമായും ശാരീരികമായും പൈശാചികമായുമുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരം അത് പുണ്യനബിയുടെ പേരുള്ള സ്വലാത്ത് സലാമുകൾ തന്നെയാകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന മഹാനാകുന്നു മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ആ മഹാനിക്ക് അള്ളാഹു നൽകിയതായ ഒരു മഹത്തായ കഴിവാകുന്നു പ്രവാചകരുടെ പേരിൽ സ്വന്തമായി സ്വലാത്ത് ഉണ്ടാക്കുകയും അത് ചൊല്ലുകയും ചെയ്യുന്ന മഹാന്മാരിൽപ്പെട്ട ഒരു മഹാനാകുന്നു മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അതുപോലുള്ള മഹത്തുക്കൾക്കൊക്കെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ ഒരു കഴിവ് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഔലിയാക്കളുടെ ആരിഫീങ്ങളുടെ സുൽത്താനാകുന്നു മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ധാരാളമായിട്ട് പ്രവാചകർക്ക് സ്വലാത്ത് സലാമുകൾ ചൊല്ലുന്ന ഒരു മഹാനാകുന്നു. പ്രവാചകരുടെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബത്തിൽപ്പെട്ട അഹ്ലി ബൈത്തിൽപ്പെട്ട മഹാനാകുന്നു മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഈ പുണ്യമായ റബീഇൻ്റെ ദിനരാത്രങ്ങളിൽ ആ മഹാനെ മറന്നുകൊണ്ട് നമുക്ക് ഒരു റബീഉൽ അവ്വൽ കഴിഞ്ഞു പോകാൻ പാടില്ല. ആ മഹാൻ ആ സ്വലാത്ത് കൊണ്ടെത്തിയതായ ഉന്നതമായ സ്ഥാനം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കണം. മഹാനവറുകൾ ഒരവസരത്തിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോകുന്നതിന് മുന്നായി അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന അവസരത്തിൽ മഹാനവറുകൾ അറഫയിലെത്തുകയാണ്. അവിടെ എത്തിക്കൊണ്ട് പ്രവാചകൻ്റെ പേരിൽ ചൊല്ലിയതായ ആ എഴുതിയതായ സ്വലാത്തുകൾ മഹാനവറുകൾ ചൊല്ലുന്നു. അങ്ങനെ ചൊല്ലിയിരിക്കുമ്പോൾ ഒരു രാത്രികൾ പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യവർഗത്തിൻ്റെയും ജിന്നുവർഗത്തിൻ്റെയും ചക്രവർത്തിയായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ അറഫ മൈതാനിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹാനായ അഹ്മദുൽ കബീർ റിഫായിക്കുണ്ടായ സന്തോഷം എത്രത്തോളം വലുതാണെന്ന്
പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക്, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വേണ്ടി ചൊല്ലിയതായ സ്വലാത്തുകളാണ് നബിയേ, അങ്ങേക്ക് വേണ്ടി ചൊല്ലുവാൻ ഞാൻ സ്വന്തമായി എഴുതിയ സ്വലാത്തുകളാണ് യാ റസൂലല്ലാഹ്. ഈ സലാത്തുകളിൽ എന്തെങ്കിലും തെറ്റുകൾ ഈ പാവപ്പെട്ട അഹ്മദുൽ കബീരിക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് മാപ്പാക്കണം നബിയെ, അങ്ങ് നോക്കി തിരുത്തിത്തരണം യാ റസൂലല്ലാഹ്. അള്ളാഹിൻ്റെ റസൂല് പുഞ്ചിരിയോടുകൂടി ആ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവരുടെ കയ്യിൽ നിന്നും ആ സ്വലാത്ത് വാങ്ങുകയും അവിടുത്തെ അനുഗ്രഹീത ചുണ്ടുകളോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മോനെ, വളരെയധികം നന്നായിട്ടുണ്ട് മോനെ, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. എന്നാലും മോനക്ക് ഞാനൊരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ച് തരട്ടെയോ? ആ സ്വലാത്ത് കൊല്ലങ്ങളായിക്കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്താണ്. ആ സ്വലാത്തിൻ്റെ പൊന്നുമോനെ നീ ചൊല്ലിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു സൃഷ്ടികൾക്കും നേടിയെടുക്കാൻ കഴിയാത്തതായ ഉന്നതമായ സൗഭാഗ്യങ്ങൾ എൻ്റെ കുഞ്ഞുമോനെ അഹ്മദേ നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും. മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് പഠിപ്പിച്ചു തന്നാലും മുത്തുനബിയേ. അള്ളാഹിൻ്റെ റസൂൽ അവിടുത്തെ അനുഗ്രഹീതമായ റിസാലത്തിൻ്റെ നാവിലൂടെ തൻ്റെ കുഞ്ഞുമകന് ആ സ്വലാത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഉന്നതമായ സ്വലാത്ത്. അൽഫ അൽഫി സ്വലാത്തിൻ വൽഫ അൽഫി സ്വലാമിൻ അലൈക യാ സയ്യിദൽ മുർസലീൻ. അൽഫ അൽഫി സ്വലാത്തിൻ വൽഫ അൽഫി സ്വലാമിൻ അലൈക യാ സയ്യിദൻ നബിയീൻ. അൽഫ അൽഫി സ്വലാത്തിൻ വൽഫ അൽഫി സ്വലാമിൻ അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഉന്നതമായ മഹോന്നതമായ ഈ സ്വലാത്ത് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അപ്രാവശ്യത്തെ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് മഹാനവറുകൾ മടങ്ങി ചെല്ലുന്നു. എന്നിട്ട് പിറ്റേ വർഷം ഹജ്ജിന് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ മഹാനവറുകൾ ആ പരിശുദ്ധമായ റൗളാ ശരീഫിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. ആ ഹുബ്ബത്തുൽ ഹലറാ പച്ച കുബ്ബയുടെ ചോട്ടിൽ നിന്നുകൊണ്ട് മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പാടുന്നു, ഫി ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ تقبل الأرض أني وهي نائبتي فهذه نوبة الأسباء قد حضرا فامدد يديك لكي تغلى بها شفتي. യാ റസൂലല്ലാഹ്, അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് അറഫാത്തിൽ വെച്ച്, അറഫാത്തിൻ്റെ മലമുകളിൽ വെച്ച് അങ്ങേ പാവപ്പെട്ട അഹ്മദിനൊരു വാക്ക് നൽകിയിരുന്നു നബിയേ. അങ്ങ് പഠിപ്പിച്ചതായ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, അങ്ങ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പഠിപ്പിച്ചതായ സ്വലാത്ത് ഞാൻ ചൊല്ലിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു മഖ്ലൂക്കിനും കിട്ടാത്തതായ ഉന്നതമായ സ്ഥാനമാനം എനിക്ക് നൽകാമെന്ന് നബിയേ അങ്ങനെക്ക് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വാക്ക് തന്നതാണ്. എനിക്കങ്ങ് വാക്ക് തന്നു യാ റസൂലല്ലാഹ്. എന്നാലും നീ അഹ്മദുൽ കബീർ റിഫായി എത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം അറഫയിൽ നിന്നും മടങ്ങിയതിന് ശേഷം ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ റൂഹി പരിശുദ്ധമായ പച്ചക്കുബയുടെ ചോട്ടിൽ യാ റസൂലല്ലാഹ് ഈ സലാത്തും ചൊല്ലി ഉണ്ടായിരുന്നു നബിയേ. എന്നാൽ ഞാൻ ഇന്ന് ഈ പാവപ്പെട്ട അഹ്മദുൽ കബീർ എന്ന ശരീരത്തോടുകൂടി ഈ പരിശുദ്ധമായ റൗളാ ശരീഫിലെത്തിയിരിക്കുന്നു യാ റസൂലല്ലാഹ്. അങ്ങ് ചെയ്തതായ വാഗ്ദാനം ഞാൻ ഇന്ന് ചോദിക്കുന്നു നബിയേ. ഫംദുദു യദൈക ലകൈ തുഗ്ലാ ബിഹാ ശഫതീ. യാ റസൂലല്ലാഹ്, ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നു, അങ്ങ് ചെയ്തതായ കരാറ് അങ്ങ് പാലിക്കില്ലേ നബിയേ. ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നു, അങ്ങയുടെ തിരുമുബാറക്കായ കരങ്ങൾ എനിക്ക് ചുംബിക്കാൻ ഈ നിമിഷം തരണം യാ റസൂലല്ലാഹ്.
സുബ്ഹാനല്ലാഹ്, എത്രയോ അസംഭവ്യമായ കാര്യമാണ്. പക്ഷേ ചോദിക്കുന്നത് ആരാണ്? ചോദിക്കുന്നത് മഹാനായ അഹ്മദുൽ കബീരി കുഞ്ഞുമകനാണ് ചോദിക്കുന്നത് ആരട്ടെയാണ്? ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചതായ ആ റബ്ബിൻ്റെ തിരുദൂതരുടെ അടുക്കലേക്കാണ് ചോദിക്കുന്നത്. സംശയമില്ല, ആ വാഗ്ദാനം പുലരുക തന്നെ ചെയ്യും. നിമിഷങ്ങൾക്കകം റൗള ഷരീഫ് പൊട്ടിപ്പിളർന്നുകൊണ്ട് ആ മുബാറക്കായ തിരുകരങ്ങൾ മിഅ്റാജിൻ്റെ രാവിൽ 7 ആകാശത്തേക്ക് ഉയർന്നത് പോയതായ ആ തിരുകരങ്ങൾ, ഇസാരത്തിൻ്റെ കരങ്ങൾ ഉയർന്നു വരികയാണ്. തൻ്റെ കുഞ്ഞുമകന് ചുംബിക്കുവാൻ വേണ്ടി നൽകുന്നു. ആ തിരുകരങ്ങൾ ചുംബിച്ചു മതിയാ റസൂലല്ലാഹ് എന്ന് മഹാനായ അഹ്മദുൽ കബീരി റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പറയുന്നത് വരെയും ആ തിരുമുബാറക്കായ കരങ്ങൾ പിൻവലിച്ചില്ല. അങ്ങനെ കിട്ടിയതായ മഹാസൗഭാഗ്യത്തിന് ഉതകുന്നതായ സലാത്ത് ഏത് സലാത്തായിരുന്നു? അൽഫ് അൽഫി സ്വലാത്തിൻ വൽഫ് അൽഫി സലാമിൻ അലൈക യാ സയ്യിദൽ മുർസലീൻ. അൽഫ് അൽഫി സ്വലാത്തിൻ വൽഫ് അൽഫി സലാമിൻ അലൈക യാ സയ്യിദൻ നബിയ്യീൻ. അൽഫ് അൽഫി സ്വലാത്തിൻ വൽഫ് അൽഫി സലാമിൻ അലൈക യാ മൻ അല്ലമഹുല്ലാഹ്. അൽഫ് അൽഫി സ്വലാത്തിൻ വൽഫ് അൽഫി സലാമിൻ അലൈക യാ മൻ ശറഫഹുല്ലാഹ്. ഇങ്ങനെ തുടങ്ങുന്നതായ ആ മഹത്തരമായ സ്വലാത്തുകൾ കൊണ്ട് മഹാനായ അഹ്മദുൽ കബീരി റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർ ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ സ്വലാത്ത് നമുക്കും ചൊല്ലാൻ, ജീവിതത്തിൽ പകർത്തുവാൻ, അത് ചൊല്ലി സായുജ്യമടയുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.